ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ കറക്റ്റ് നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാമേ. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് മാവിലെ കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് റെഡിയായി കിട്ടും കേട്ടോ. നമ്മൾ ആദ്യമേ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ അത് മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാമേ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടൊന്ന് സെറ്റാക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തേ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 വറ്റൽ മുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി വറ്റൽ മുളക് ഈ ചെറുതായി നമ്മൾ ദോശ കഴിക്കുന്ന സമയത്ത് ഇത് വറ്റൽ മുളകൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. ഇത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 1 വറ്റൽ മുളക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് നമ്മൾ ചില്ലി ഫ്ലക്സ് ഉണ്ടല്ലോ ആ പരുവത്തിലാക്കി നമുക്കൊന്ന് ചേർത്താലും മതിയേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ദോശ കഴിക്കുന്ന സമയത്ത് ഈ ഉഴുന്നൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഉഴുന്ന് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ഉഴുന്നിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ സവാള പെട്ടെന്നൊന്ന് വഴണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി കടിക്കുന്നതും ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് ഇഞ്ചി പേസ്റ്റ് ആക്കി ചേർത്താലും മതി കേട്ടോ. ഇനി അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി ഈ പരുവത്തിലാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ കൂട്ടൊക്കെ ഒന്ന് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1 കൈപ്പിടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയും മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം കുറവാണെന്നല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി കൊടുക്കാമേ. അപ്പോൾ നമുക്കിനി ദോശ ഇടാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് നമ്മൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണേ. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഗോതമ്പ് മാത്രം കലക്കി നമ്മൾ ദോശ ഇടുന്നതിനേക്കാളും ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഇതേപോലെ ഒന്ന് മാറി ഒന്ന് വെറൈറ്റി ആയിട്ട് ചുട്ടു കൊടുത്ത് നോക്കൂ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഇതിനോടൊപ്പം ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരു സൈഡ് ഡിഷും വേണ്ട. നമുക്ക് ഇത് മാത്രം നമുക്ക് മതി. സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ആരും മിസ് ചെയ്യല്ലേ. നല്ലോണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ദോശ നിറമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒന്ന് തടയി കൊടുക്കാം. ഇല്ല, നെയ്യുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ട് എണ്ണയും കൂടെ ഒന്ന് തടയി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഡ്രൈ ഒന്നും ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ 2 സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാമേ. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ബാക്കിയുള്ള മാവും അതേപോലെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പിന്നെ മുൻപോട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈഡേയും ചിക്കൻ പെരട്ടിൻ്റെയും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ